ലക്ഷദ്വീപ് ജനത കൂടെ നിൽക്കുകയുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവിടെ എന്തുകൊണ്ട് ജനങ്ങൾ പ്രതിഷേധിക്കുന്നുവെന്ന് ചോദിക്കുന്നു. പ്രതിഷേധിക്കേണ്ടതിൻ്റെ കാര്യം എന്താണ്? ഇവിടെ സമാധാനപരമായി ജീവിച്ചു പോകുന്ന ജനങ്ങൾക്ക് നേരെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ മേഖലയാവട്ടെ, വിദ്യാഭ്യാസ മേഖലയാവട്ടെ, ഗതാഗത മേഖലയാവട്ടെ, ഓരോ മേഖലകൾ എടുത്ത് പറയുമ്പോഴും ഇന്ന് ലക്ഷദ്വീപ് ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇവിടുത്തെ ജനങ്ങളും ജനസഭയും ജനാധിപത്യ സംവിധാനവും ഒരിക്കലും അഡ്മിനിസ്ട്രേഷൻ എതിരല്ല. ഏതുവരെ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ ആകാംക്ഷകളും ആ വികാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ പ്രതിനിധികളായി ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഇതിൻ്റെ പങ്കാളികളാകേണ്ടത് ഇന്ന് ജനാധിപത്യത്തിൻ്റെ ഒരു സത്യമാണ്. ആ സത്യം ഉൾക്കൊള്ളുന്നത് എപ്പോഴാണോ ആ ഉൾക്കൊള്ളുന്നത് വരെ നമുക്ക് ഈ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങളും കാണേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെ ഈ പരിപാടി പങ്കെടുക്കുക എന്നുള്ളത്, IOC-യുടെ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. മറിച്ച് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഇവിടെ നടത്താൻ പോകുന്ന വികസന പരിപാടിയുടെ ഔട്ട്റീച്ച് ഇതെന്നായിരുന്നു ഇവിടെ നടക്കേണ്ടത്? ഏകദേശം 15 മാസത്തോളമായി ലക്ഷദ്വീപ് ഏത് രീതിയിലാണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിച്ചു പോകുന്നത്, ഇവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് ആവശ്യം, ഏത് രീതിയിലുള്ള വികസനങ്ങളാണ് നമുക്ക് വേണ്ടതെന്ന് ഇവിടുത്തെ ജനപ്രതിനിധികളോട് കൂടിയാലോചിക്കാതെ എടുക്കുന്ന ഒരു തീരുമാനത്തോടും ലക്ഷദ്വീപ് ജനത കൂട്ടുനിൽക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ പറഞ്ഞത്, പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് സിവിൽ ലിബർട്ടീസ് അറൌണ്ട് ലക്ഷദ്വീപ് declined to a lowest point with the advent of the dictatorial policies of the Lakshadweep administration. We are not ready to cooperate in any way with any ruler or administration that does not take into account the democratic norms and beliefs of the people who live here. By expressing my dissatisfaction with the brutal governance of the Lakshadweep administration, I would like to leave this platform. ഞാൻ ഇവിടെ പറയുന്നത്, ഇവിടെ ജനാധിപത്യ സംവിധാനത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പരിപാടികൾ ഇവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർക്കും ഇവിടുത്തെ ജനങ്ങൾക്കും സുരക്ഷിതത്വം നടത്താൻ താല്പര്യമില്ലാത്ത ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ഒരു പരിപാടിയും IOC-യുടെ പരിപാടിയിൽ പങ്കെടുക്കുക മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അല്ലാതെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് വെക്കുന്ന ഈ ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം ആരുടെ ജനങ്ങളുടെ മുന്നിലേക്ക് കണ്ണിടാനാണെങ്കിൽ ആ പരിപാടി ബഹിഷ്കരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും വാക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾക്ക് എൻ്റെ കാഴ്ചപ്പാടുകോടുകൂടി യോജിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്നോട് വരാം, അല്ലാത്തവർക്ക് ഇവിടെ ഇരിക്കാം എന്നുള്ള ആഹ്വാനത്തോടു കൂടി നിർത്തുന്നു. ജയ് ഹിന്ദ്. Thank you. IOCL, the public sector undertaking in India, have diversified and integrated energy solutions, have planned many initiatives like IOCL POL retail outlet, bulk storage facility and electric vehicle charging station for Lakshadweep. Ladies and gentlemen, let us take a look at the initiatives of IOCL for Lakshadweep.